ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റർപൊളേഷൻ. നമ്മൾ ഇൻ്റർപൊളേഷൻ ബൈ ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ മെത്തേഡ്. അപ്പോൾ ഇൻ്റർപൊളേഷൻ എന്താണ്, എക്സ്ട്രാപൊളേഷൻ എന്താണ്, പിന്നെ അതുപോലെ ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്താണ്, ആ ഡിഫറൻസ് ഓപ്പറേറ്റർ, ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ, ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ, ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ, സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്റർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, you will have a set of data, say x0 y0, x1 y1, x2 y2, x3 y3, x4 y4, etc. Okay, these points may be, or these points are connected by some function f of x. Say this is x, this is y, say this is x0 y0. You have a set of points xn yn, you have n plus 1 set of points. Okay, അപ്പോൾ ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈൻഡിങ് ഔട്ട് സം പോയിന്റ് ദ വാല്യൂ ഓഫ് y, okay, corresponding to an intermediate point. Say this is xn minus 1, say this is corresponding to xn. So you are finding out the value of y for some point x, where x lies between x0, xn. This is interpolation. If you are finding out the value of y for an x where x is outside the range of x0 to xn. Okay, if it is not an element of this is out of range, then it is called extrapolation. Okay, അപ്പോൾ നമുക്കറിയില്ല ഈ പോയിന്റ്സ് എന്താണ് ഇവ തമ്മിലുള്ള റിലേഷൻ. അതായത് വി ഡോണ്ട് നോ ദാറ്റ് y ഈസ് ഈക്വൽ ടു, വി ഡോണ്ട് നോ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, എന്തൊരു ഫംഗ്ഷൻ ഉണ്ട്, പക്ഷേ ഈ ഫംഗ്ഷൻ്റെ രൂപം എന്താ നമുക്കറിയില്ല. നമുക്ക് എന്താ അറിയുള്ളൂ, സം y0 correspond to some f of x0 and y1 correspond to some f of x1 and some y2 corresponding to f of x2, etc. But you don't know the nature of this function f. നമുക്കല്ലെങ്കിൽ നാച്ചർ എന്താണ്, ഫംഗ്ഷൻ നാച്ചർ എന്താണെന്ന് നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തുള്ളൂ വേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. എക്സിന് കറസ്പോണ്ട് എഫ് ഓഫ് എക്സ് എന്താണെന്ന് കണ്ടെത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ മെത്തേഡ്. അതായത് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇങ്ങനെ കണ്ടെത്തും. അതാണ് ഡിഫറൻസ് ഓപ്പറേറ്റർ മെത്തേഡ്. എന്നിട്ട് നമ്മൾ ഫങ്ഷൻ നമ്മൾ ഈ അറിയുന്ന പോയിന്റ്സ് വെച്ചിട്ട് ഒരു പോളിനോമിയൽ ഫിറ്റ് ചെയ്യാം. അതായത് പോളിനോമിയൽ ഫിറ്റ് ചെയ്യാറ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് 2 പോയിന്റ്സ്, സേ x0 y0 ആൻഡ് x1 y1, നിങ്ങൾക്ക് 2 പോയിൻ്റ് എങ്കിൽ അവ തമ്മിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പോളിനോമിയൽ എന്ന് പറയുന്നത് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇഫ് യു ഹാവ് 3 പോയിന്റ്സ്, സപ്പോസ് യു ഹാവ് 1 മോർ പോയിന്റ്സ്, ഈ ഇതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, ചില പോയിൻ്റ് ഔട്ട്സൈഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലത് സ്ട്രെയിറ്റ് ലൈന് പകരം ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അതായത് ഒരു പരാബോള ഫിറ്റ് ചെയ്യാം. അതായത് ഇഫ് യു ഹാവ് 1 2 3, യു ക്യാൻ ഫിറ്റ് ദാറ്റ് 3 പോയിന്റ്സ് യൂസിങ് എ പരാബോള. ഓക്കെ, ഇഫ് യു ഹാവ് മോർ ദാൻ 3, സേ 4 5 പോയിന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഫിറ്റ്, സപ്പോസ് യു ഹാവ് 5 പോയിന്റ്സ്, യു ക്യാൻ ഫിറ്റ് ദം യൂസിങ് എ 4th ഡിഗ്രി പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ ഇഫ് യു ഹാവ് n plus 1 പോയിന്റ്സ്, if you have n plus 1 points, then you can fit them using a nth degree polynomial. Okay, അപ്പോൾ n plus 1 പോയിന്റ്സ് ഉണ്ടെങ്കിൽ you can fit them using a nth ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ കുറച്ചും കൂടി ഓരോ ഡിഗ്രി പോളിനോമിയൽ കൂടുന്നതോറും ഈ ഫംഗ്ഷൻ സ്മൂത്ത് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് പോകും.
അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പോളിനോമിയൽ എന്താണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പോളിനോമിയലിനെ ഇൻ ടേംസ് ഓഫ് ദിസ് സെറ്റ് ഓഫ് ഡാറ്റ പോയിന്റ്സിൻ്റെ പേരിൽ കണ്ടെത്തിയാൽ മതി. അതായത് നമുക്ക് തന്ന ഡാറ്റ പോയിന്റ്സിൻ്റെ ആ പോയിന്റ്സ് ഒന്ന് ഈ പോളിനോമിയൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സാക്റ്റ് അവസാനത്തെ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. അതാണ് ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ആ പോളിനോമിയലിൻ്റെ ഫോം എന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രീതിയാണ് നമ്മൾ ഈ പോളിനോമിയൽ ഫോംസ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിനെ പോളിനോമിയൽ ഫോംസ്, നമ്മൾ പോളിനോമിയൽ ഫിറ്റ് ചെയ്യുന്നതിന്. ഓക്കെ, പോളിനോമിയൽ ഫോംസ്. Suppose you are fitting the most common form of nth degree polynomial is given by, say, നമ്മുടെ ഫംഗ്ഷൻ y of x ആണെന്നില്ല, that is equal to a0 പ്ലസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് a1 x പ്ലസ് a2 x സ്ക്വയർ പ്ലസ് എക്സെട്ര an xn. This is the nth degree polynomial, a general form of polynomial. A polynomial can be evaluated if the values are given at a sufficient number of points. Okay, this polynomial can be evaluated if you have sufficient number of points. For example, first order polynomial can be evaluated if we know the values of polynomial at least at 2 points. ഈ പോളിനോമിയൽ ഇതിൽ a0 a1 ഇപ്പോൾ എന്താ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് ടു സെറ്റ് ഓഫ് പോയിന്റ്സ്, രണ്ട് സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ യു ഹാവ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ നമുക്ക് അൺനോൺ ആയിട്ട് a0 ഉണ്ടാവും a1 ഉണ്ടാവും. രണ്ട് അൺനോൺസിൻ്റെ രണ്ട് പോയിന്റ്സ് ആണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദിസ് y of x. ഓക്കെ, ഇഫ് യു ഹാവ് ത്രീ പോയിന്റ്സ് then it will be a parabola, second degree polynomial, and you will have a0 a1 a2, these three unknowns and 3 points. We can find out that. Okay, ഇനി നമുക്ക് വേറൊരു രീതിയിലും ഇത് സാധാരണ ഒരു പോളിനോമിയൽ ഈ രീതിയിൽ. ഇനി നമുക്ക് ഈ പോളിനോമിയലിൻ്റെ അനദർ ഫോം ഓഫ് റെപ്രസെൻറ്റിംഗ് പോളിനോമിയൽ ഈസ് ഷിഫ്റ്റഡ് പവർ ഫോം. ഷിഫ്റ്റഡ് പവർ ഫോം എന്താന്ന് പറഞ്ഞത്? ഷിഫ്റ്റഡ് പവർ ഫോം. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് y of x is given by a0 plus a1 into x minus c plus a2 into x minus c the whole square plus a3 into x minus c the whole cube plus an x minus c whole raised to n, where c is a point somewhere in the interval of interest between x0 and x1. Where c is a point that lies between x0 and xn. x0 ന്റെ xn ന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് ഏത്? സി എന്ന് പറയുന്നത്. അതായത് x0ൻ്റെയും എക്സിൻ്റെയും xn-ൻ്റെ ഇടയ്ക്കുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, സി. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫോമിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ അക്യുറസി ഓഫ് ദ പോളിനോമിയൽ. ഓക്കെ, ദർ ഇസ് അനദർ തേർഡ് വൺ ദാറ്റ് ഈസ് കോൾഡ് ന്യൂട്ടൺ ഫോം. ന്യൂട്ടൺ ഫോം ഓഫ് പോളിനോമിയൽ. ന്യൂട്ടൺ ഫോം ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് ന്യൂട്ടൺ ഫോമിൽ ദിസ് ഇസ് എ ജനറലൈസ്ഡ് ഷിഫ്റ്റഡ് പവർ ഫോം. ഈ ഷിഫ്റ്റഡ് പവർ ഫോമിൻ്റെ ഒരു ജനറലൈസ്ഡ് രീതിയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ y of x ഈസ് ഗിവൺ ബൈ a0 plus a1 into
say x minus x0 plus a2 into x minus x0 x minus x1 plus a3 into x minus x0 x minus x1 x minus x2 plus etc. The nth form an into x minus x0 plus into x minus x1 x minus x2 etc. x minus xn minus 1. Okay. This Newton form reduces to shifted power form when x0 is equal to x1 equal to etc. അപ്പോൾ x0 is equal to if x0 equal to x1 equal to x2 ഈ x0 എന്നുള്ള പോയിന്റ് x1 or x2 okay ഈ Newton form plays an important role in the evaluation of polynomials and in interpolating polynomial. ഓക്കെ അപ്പോൾ നമ്മൾ ഇൻ്റർപോളേഷൻ വഴി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ എന്ന് പറയും കേട്ടോ. ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ എന്ന് പറയും. ഇൻ്റർപോളേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോളിനോമിയൽ ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ എന്ന് പറയും. ഓക്കെ. Now if you put x equal to say x0 x equal to x1 x equal to x2 etc. okay up to say x equal to xn ആദ്യം x equal to x0 കൊടുക്കുക, പിന്നെ x equal to x1 കൊടുക്കുക. അങ്ങനെ ഈ പോയിന്റിൽ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? x equal to x0 കൊടുക്കുമ്പോൾ y of x0 കിട്ടും. y of x0 is equal to എന്ത് വരും? a0 ഇൻറ്റു a1 ഇൻറ്റു എക്സ് മൈനസ് x0. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ x0 x0 മൈനസ് x0 0. ഇവിടെ x0 മൈനസ് x0 0. ഈ ബാക്കി എല്ലാത്തിലും എക്സ് മൈനസ് x0 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാ ടേംസും 0 ആയി പോകും. ഓൺലി വൺ ടേം റിമെയിൻസ് a0. ഇനി സപ്പോസ് ഇത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? y ഓഫ് x0 ഈ y ഓഫ് x0 നമ്മൾ y0 എന്നിട്ട് y0 ഈക്വൽ ടു a0. അടുത്തത് y ഓഫ് സേ x1 ദാറ്റ് ഈസ് ഈക്വൽ ടു a0 പ്ലസ് എന്തുണ്ട്? a0 പ്ലസ് a1 ഇൻറ്റു x1 മൈനസ് x0. നെക്സ്റ്റ് ടൈം ആകുമ്പോഴേക്ക് ഉണ്ടോ ഇവിടെ x1 മൈനസ് x1 വന്നു. ഇതിലൊക്കെ x1 മൈനസ് x1 ഉണ്ടാവും. അപ്പോൾ അത് ഹയർ ടേംസ് ഒക്കെ 0 ആയി പോകും. ഓക്കെ. ഇനി ഈ പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് കൊടുക്കുമ്പോൾ സംഭവിക്കും, ഇത് കൊടുക്കുമ്പോൾ y ഓഫ് ഇതിനെ നമുക്ക് അതിലേക്ക് വേറെ രീതി എഴുതാം. y1 ഈക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു x1 മൈനസ് x0. ഓക്കെ. ഓർ y1 ഈക്വൽ ടു a0 എന്താ? y0 ദാറ്റ് ഈസ് പ്ലസ് a1 ഇൻറ്റു x1 മൈനസ് x0. ഓക്കെ. ഓർ യു ക്യാൻ സേ ദാറ്റ് a1 ഈക്വൽ ടു ഇവിടെ a0 ഇട്ടുണ്ട്. a1 ഈക്വൽ ടു y1 മൈനസ് y0 ബൈ x1 മൈനസ് x0. ഓർ y1 മൈനസ് y0 നമുക്ക് ഡെൽറ്റ y0 എന്ന് എഴുതാം. ഡെൽറ്റ y0 ബൈ x1 മൈനസ് x0നെ നമ്മൾ ഈ പോയിൻറ്റ്സൊക്കെ ഇക്വി ഡിസ്റ്റൻ്റ് എന്ന് എഴുതുക. അതായത് x0 പ്ലസ് h ഈക്വൽ ടു x1 സേ x0 പ്ലസ് 2h ദാറ്റ് ഈസ് ഈക്വൽ ടു x2. അതായത് x0 x1 തമ്മിലുള്ള ഡിസ്റ്റൻസ് സേ xn മൈനസ് xn മൈനസ് 1 h ആണെന്ന് എടുക്കുക. അപ്പോൾ അതെന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു h എന്ന് വരും. അതായത് ഇവിടെ നമുക്ക് കിട്ടി a0 ഈക്വൽ ടു y0 a1 ഈക്വൽ ടു ഡെൽറ്റ y0 ബൈ h എന്ന് കിട്ടി. ഇനി സേ തേർഡ് ഇക്വേഷൻ എന്തായിട്ട് നോക്കാം. തേർഡ് ഇക്വേഷൻ എന്താണ്? x ഈക്വൽ ടു x2 കൊടുക്കുമ്പോൾ y ഓഫ് x2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വലി
y2 is equal to a0 എന്ന് y0 പ്ലസ് a1 എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടി ഡെൽറ്റ y0 ബൈ h ഇൻറ്റു x2 മൈനസ് x0 ഇൻറ്റു x1 മൈനസ് x2 മൈനസ് x0 x2 മൈനസ് x1 ഓക്കെ പ്ലസ് അടുത്ത ടൈം എന്ത് പോവും a3 ഇൻറ്റു x2 മൈനസ് x0 ഇൻറ്റു x2 മൈനസ് x1 ഇൻറ്റു x2 മൈനസ് തേർഡ് വൺ കൊടുക്കുമ്പോൾ a2 x മൈനസ് x0 x2 മൈനസ് x0 x2 മൈനസ് x1 അടുത്ത് a3 ഇൻറ്റു x2 മൈനസ് x0 x2 മൈനസ് x1 x2 മൈനസ് x2 ഓക്കെ a3 അല്ല a2 ഇൻറ്റു കേട്ടോ സോറി a2 ഇൻറ്റു ഇത്ര വരും x2 മൈനസ് x0 x2 മൈനസ് x1 പ്ലസ് a3 ഇൻറ്റു 0 പ്ലസ് ബാക്കിയൊക്കെ 0 ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് a2 കിട്ടും. a2 എങ്ങനെ കിട്ടുക? ഈ y2 സീക്വൽ ടു അപ്പോൾ y2 സീക്വൽ ടു y0 പ്ലസ് ഡെൽറ്റ y0 ബൈ h ഇൻറ്റു x2 മൈനസ് x0 എന്താ വരിക? x2 മൈനസ് x0 പറഞ്ഞാൽ 2h വരും അല്ലേ? അപ്പോൾ ഇവിടെ 2h ഇൻറ്റു x2 മൈനസ് x1 എന്താ? ഇൻറ്റു h ഓക്കെ പ്ലസ് a2 ഇൻറ്റു x2 മൈനസ് x0 എന്താ? x2 മൈനസ് x0 എന്ന് എഗെയിൻ 2h പിന്നെ x2 മൈനസ് x1 എന്താ? ഇൻറ്റു h ഓക്കെ ഇവിടെ ഒരു ടേം അല്ലുള്ളൂ. a1 ഇൻറ്റു x2 മൈനസ് x0 സോറി ഇവിടെ ഒരു ടേം ഉണ്ടാവും കേട്ടോ. x2 മൈനസ് x0 മാത്രമേ ഉള്ളൂ. ഇവിടെ x2 മൈനസ് x1 ഇല്ല, അത് ഈ ടൈമിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ അപ്പോൾ ഇവിടെ x2 മൈനസ് x0 2h ആവും, ഇതില്ല കേട്ടോ. പ്ലസ് a2 ഇൻറ്റു 2h ഇൻറ്റു h എന്ന് വരും. ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ എച്ചും ക്യാൻസൽ ചെയ്തു. ഇവിടെ a2 ഇൻറ്റു h സ്ക്വയർ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a2 y2 സീക്വൽ ടു y0 പ്ലസ് ഡെൽറ്റ y0 2 ടൈംസ് ഡെൽറ്റ y0 പ്ലസ് എന്തേലും 2h സ്ക്വയർ a2 ഓർ a2 സീക്വൽ ടു y2 മൈനസ് y0 പ്ലസ് 2 ഡെൽറ്റ y0 ബൈ 1 ബൈ 2h സ്ക്വയർ എന്ന് വരും. ഓക്കെ ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി ശരിക്കും എഴുതി കഴിഞ്ഞാൽ a2 സീക്വൽ ടു y2 മൈനസ് y0 പ്ലസ് ഡെൽറ്റ y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു y1 മൈനസ് 2 ഇൻറ്റു y0. ഓക്കെ അപ്പോൾ അത് നമുക്ക് ഓക്കെ ഇൻറ്റു 1 ബൈ 2h സ്ക്വയർ. ഓക്കെ 1 ബൈ 2h സ്ക്വയർ y2 മൈനസ് y0 ഒരു y0. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ y2 ഓക്കെ y2 മൈനസ് ഓക്കെ y2 മൈനസ് y1 പ്ലസ് ഓക്കെ ഇവിടത് y2 മൈനസ് y0 മൈനസ് 2 ഡെൽറ്റ y0 ഇവിടെ മൈനസ് ആണ്, ഇത് മൈനസ് ആണ്. ഓക്കെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ആവും, അപ്പോൾ അത് മൈനസ് ആണ്. അപ്പോൾ മൈനസ് 2y1 മൈനസ് മൈനസ് പ്ലസ് ആയി പ്ലസ് 2y0 വരും. അപ്പോൾ ഇവിടുത്തെ ഒരു y1 ഞങ്ങൾ എടുത്തു y2 മൈനസ് y1. ഓക്കെ ദെൻ
ഒരു y1 ഉണ്ട്. അപ്പോൾ ഞാനതിനെ ഈ ഇവിടെ ഞാനത് മൈനസ് ആക്കി. ഓക്കെ, ഇവിടെ മൈനസ് ആക്കുമ്പോൾ y1 മൈനസ് y0 വരും. അതായത് ഈ 2y0 ഒരു y0 ബാക്കി പ്ലസ് y0 ഉണ്ടാവുക. ഇതും ക്യാൻസൽ ചെയ്തിട്ട് ഓക്കെ, y1 മൈനസ് y0, y മൈനസ് മൈനസ് y0 പ്ലസ് y0. അപ്പോൾ ഇതിന് നമുക്ക് 1/2h² y2 മൈനസ് y0 പറഞ്ഞാൽ ഡെൽറ്റ y1 മൈനസ് ഇതെന്താ y1 മൈനസ് y0 ഡെൽറ്റ y0 അല്ലേ. ഓക്കെ, ഓർ ഇതിന് നമുക്ക് പറയാം 1/2 ഫാക്ടോറിയൽ 2ന് 2 ഫാക്ടോറിയൽ h² ഡെൽറ്റ സ്ക്വയർ y0. ഓക്കെ, അതായത് ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0 1/, അപ്പോൾ a2 സീക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ a0 നമുക്ക് y0 എന്ന് കിട്ടി. a1 നമുക്ക് 1/1 ഫാക്ടോറിയൽ ഇൻറ്റു h അങ്ങനെ എഴുതാം ഇൻറ്റു ഡെൽറ്റ y0. a2 സീക്വൽ ടു 1/2 ഫാക്ടോറിയൽ h² ഡെൽറ്റ സ്ക്വയർ y0 negation. ഓക്കെ, ദെൻ ഇങ്ങനെ സിമിലർലി നമുക്ക് a3 യു വിൽ ഗെറ്റ് ആസ് ഇതേപോലെ പോയ 1/3 ഫാക്ടോറിയൽ h³ ഡെൽറ്റ ക്യൂബ് y0. അതുപോലെ an യു വിൽ ഗെറ്റ് 1/n ഫാക്ടോറിയൽ h raised to n. ഓക്കെ, h raised to n ഡെൽറ്റ റേസ് ടു n y0 ഇങ്ങനെ കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നുള്ളൂ. സോ നമ്മുടെ പോളിനോമിയൽ എന്ത് കിട്ടി? പോളിനോമിയൽ ഇൻ ടേംസ് ഓഫ് y0 ഡെൽറ്റ y0 ഇൻ ടേംസിൽ y ഓഫ് x ഈക്വൽ ടു a0 ദാറ്റ് ഇസ് y0 പ്ലസ് എന്ത് കിട്ടും? y0 പ്ലസ് ഡെൽറ്റ y0 ബൈ h ഇൻറ്റു സേ x മൈനസ് x0 പ്ലസ് ഡെൽറ്റ സ്ക്വയർ y0 ബൈ 2 ഫാക്ടോറിയൽ h² x മൈനസ് x0 ഇൻറ്റു x മൈനസ് x1 പ്ലസ് ഡെൽറ്റ ക്യൂബ് y0 ബൈ 3 ഫാക്ടോറിയൽ h³ x മൈനസ് x0 x മൈനസ് x1 x മൈനസ് x2 എക്സെട്ര. ഓക്കെ, ഇങ്ങനെ നമ്മൾ nth ടേം ഇങ്ങനെ പോയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ പോളിനോമിയലായി y ഓഫ് x ഈക്വൽ ടു y0. ഇപ്പോൾ നമ്മുടെ പോളിനോമിയൽ ഇപ്പോൾ നമുക്ക് ഏതൊരു എക്സിന് വേണ്ടി നമുക്ക് കണ്ടെത്താം. കാരണം നിങ്ങൾക്ക് y0 അറിയാം, ഡെൽറ്റ y0 അറിയാം, അതുപോലെ എക്സ് നമുക്ക് അൺനോൺ ആണ്. ആ അൺനോൺ എക്സിൻ്റെ വാല്യൂ എടുത്താൽ x0 അറിയാം, ഇവിടെ x0 x1 എല്ലാം അതറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഫൈൻഡ് ഔട്ട് y ഫോർ എനി എക്സ്. ഏതൊരു എക്സിന് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെത്താം. ഏത് ജസ്റ്റ് ആ ടേബിളിൽ നിന്ന് കണ്ടെത്താം. സപ്പോസ് ഇനി നിങ്ങൾക്ക് സപ്പോസ് യു ഹാവ് സെറ്റ് ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ലൈക്ക് x0 x1 x2 x3 x4 ഇങ്ങനെ ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ടെന്ന് എഴുതാം. അതിന് കറസ്പോണ്ടിങ് ഡാറ്റ പോയിൻറ്റ്സ് y0 y1 y2 y3 y4 എക്സെട്ര അങ്ങനെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന്ന് y0 കിട്ടും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്ന് ഈ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും? y1 മൈനസ് y0 ദാറ്റ് ഇസ് ഡെൽറ്റ y0 ഡെൽറ്റ y1 ഡെൽറ്റ y2 ഡെൽറ്റ y3. Suppose if you have more points, you will get delta y4 like that. Okay, then ഈ ഡെൽറ്റ y0 ഡെൽറ്റ y1 തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് what you will get delta square y0
ഡെൽറ്റ ഓക്കെ ഓക്കെ. സോ ഡെൽറ്റ സ്ക്വയർ y0 then ഡെൽറ്റ സ്ക്വയർ y1 ഡെൽറ്റ സ്ക്വയർ y2 ഓക്കെ. ദെൻ ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ക്യൂബ് y0 ഡെൽറ്റ ക്യൂബ് y1 പിന്നെ അതിൻ്റെ ഡിഫറൻസ് നിന്ന് ഡെൽറ്റ റേസ്റ്റ് 4 y0 ഇങ്ങനെയാണ് കിട്ടും. അപ്പോൾ പോയിൻറ്റ്സിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഇപ്പോൾ 5 പോയിൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ റേസ്റ്റ് 4 വരെ കിട്ടും. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് കിട്ടും. അപ്പം നമുക്ക് 5 പോയിൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എത്ര 4th ഡിഗ്രി പോളിനോമിയൽ കിട്ടുക. അപ്പോൾ 5 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇത് കിട്ടും, ഇത് കിട്ടും. അവിടെ എക്സിൻ്റെ ഒരു ഇവിടെ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ വരും. ഓക്കെ, ഇവിടെ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് വരെ വരും. ഇപ്പോൾ ഡെൽറ്റ ക്യൂബ് y0 വരുമ്പോൾ എക്സ് ക്യൂബ് വരെയുള്ള വരും. അപ്പോൾ ഡെൽറ്റ റേസ്റ്റ് 4 കൂടി ഉണ്ടെങ്കിൽ എക്സ് 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 ഒരു എക്സ് കൊണ്ട് വരും. എക്സ് റേസ്റ്റ് 4ൻ്റെ ഇത് കിട്ടും. മനസ്സിലായില്ലേ? 4th ഡിഗ്രി പോളിനോമിയൽ വരെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് അൺനോൺ പോയിൻറ്റിനുള്ള വാല്യൂ കിട്ടും. സോ ദാറ്റ് ഈസ് ഓക്കെ. ഇപ്പോൾ നമുക്ക് സപ്പോസ് നമുക്കൊരു ഇപ്പോൾ ഒരു ആർബിട്രറി പോയിൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. ഏതാ ഈ ആർബിട്രറി പോയിൻറ്റ്? സപ്പോസ് ദിസ് എക്സ് ഈസ് x0 പ്ലസ് പി എച്ച്. അതായത് ഈ നമുക്ക് കണ്ടെത്താനുള്ള പോയിന്റ് x0 സം പി എച്ച്. പി ആണ് വളരെ സ്മോൾ വാല്യൂ. അതായത് നമ്മൾ എടുക്കുന്നത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്കുള്ള വാല്യൂ ഇതാണ് x0 y0. ഇഫ് ദിസ് ഇസ് x1 y1 ദിസ് ഇസ് x2 y2 സേ x3 y3 x4 y4 എങ്ങനെയാണെങ്കിൽ ഇഫ് യു നിങ്ങൾക്ക് കണ്ടെത്താനുള്ള പോയിന്റ് ഈ x0ൻ്റെ അടുത്താണെങ്കിൽ ഈ x0 ബേസ് ആക്കിയിട്ട് എടുക്കണം. അതായത് you should be able to write your x as x0 plus some ph where p is very very small. അപ്പോൾ നിങ്ങളുടെ പോയിന്റ് ഇവിടെയാണെങ്കിൽ you should take x as some x1 plus ph. അപ്പം നിങ്ങളുടെ റെഫറൻസ് പോയിന്റ് x1 ആവും. റെഫറൻസ് പോയിന്റ് x0 ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട വാല്യൂസ് ശ്രദ്ധിക്കുക. y0 ഡെൽറ്റ y0 ഡെൽറ്റ സ്ക്വയർ y0 ഡെൽറ്റ ക്യൂബ് y0 ഡെൽറ്റ റേസ്റ്റ് 4 y0 ആണ്. നിങ്ങളുടെ റെഫറൻസ് പോയിന്റ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ റെഫറൻസ് പോയിന്റ് x1 ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട വാല്യൂ y1 ഡെൽറ്റ y1 ഡെൽറ്റ സ്ക്വയർ y1 ഡെൽറ്റ ക്യൂബ് y1 ആ രീതിയിൽ എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ റെഫറൻസ് പോയിന്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള വാല്യൂസ് എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്തുകൊണ്ടാണ്? പി വളരെ ചെറുതാവണം. ഇപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എടുക്കാം. ഈ പോയിന്റിന് ഇവിടെയുള്ള പോയിന്റ് നിങ്ങൾ റെഫറൻസ് പോയിന്റ് ഇപ്പം നിങ്ങളുടെ റെഫറൻസ് പോയിന്റ് സേ ഇവിടെയാണെന്ന് എഴുതുക. നമുക്ക് കണ്ടെത്തേണ്ട വാല്യൂ നിങ്ങൾക്ക് റെഫറൻസ് പോയിന്റ് ഇതെടുക്കാം, x0 എടുക്കാം. ഓക്കെ, x0 എടുക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പി എന്ന് പറയുന്നത് വളരെ വലിയ വാല്യൂ ആവും. ഈ പി എന്തുകൊണ്ടാണ് സ്മോൾ ആവുന്നത് നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു പോളിനോമിനെ പീൻ്റെ ടേംസൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പീൻ്റെ ഹയർ ടേംസൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നത്. നെഗ്ലക്ട് ചെയ്യണമെങ്കിൽ പി ഷുഡ് ബി വെരി സ്മോൾ. ഓക്കെ, സപ്പോസ് x = x0 പ്ലസ് പി എച്ച് എന്ന് എഴുതാം. ഓക്കെ, സച്ച് ദാറ്റ് എക്സ് മൈനസ് x0 എന്നുള്ളത് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി വെരി സ്മോൾ എന്ന രീതിയിൽ എടുക്കുകയാണ്. അതായത് എക്സ് മൈനസ് x0 = പി എച്ച്. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് x1 എന്തായിട്ട് വരും? എക്സ് മൈനസ് x1 is equal to I can write it as x minus x0 okay minus x0 minus x1 sorry x minus x0 minus sorry x1 minus x0 അപ്പോൾ x0 x0 ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, x1 minus x0. നൗ x minus x0 എന്ന് പറഞ്ഞാൽ എന്താണ്? x minus x0 is ph and what is this? This x1 minus x0 എന്ന് പറഞ്ഞാൽ h, or I can write it as p minus 1 into h. അതുപോലെ x minus x2 നമുക്ക് ഇത് നോക്കാം. ഇതേപോലെ ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? x minus say x minus x0 or I can write it as x minus x1 okay x minus x1 minus
x2 minus x1 അങ്ങനെ എഴുതാം. ഒരു x1 ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു. x മൈനസ് x1 എന്താ? p മൈനസ് 1 ഇൻറ്റു h ആണ്. മൈനസ് x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 2h. സോറി, x2 മൈനസ് x എന്ന് പറഞ്ഞാൽ h. ഓക്കെ, അപ്പോൾ ph മൈനസ് h മൈനസ് h എന്ന് വരും. ഓക്കെ, അപ്പോൾ p മൈനസ് 2 ഇൻറ്റു h എന്ന് വരും. ഓക്കെ, ഇതുപോലെ നമുക്ക് സിമിലർലി x മൈനസ് x3 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? p മൈനസ് 3 ഇൻറ്റു h എന്ന് വരും. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ പോളിനോമിയൽ പീൻ്റെ ടേംസിക്ക് നമ്മുടെ പോളിനോമിയൽ മാറ്റുകയാണെങ്കിൽ പീൻ്റെ ടേംസിൽ നമ്മുടെ പോളിനോമിയൽ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? y ഓഫ് x ഇസ് ഈക്വൽ ടു y0 പ്ലസ് y0 പ്ലസ് എന്താണ്? ഫസ്റ്റ് ഡെൽറ്റ y0 ബൈ h ഇൻറ്റു x മൈനസ് x0 എന്താ? x മൈനസ് x0 എന്ന് പറയുന്നത് പി എച്ച് ആയി. അപ്പോൾ ഡെൽറ്റ y0 ബൈ h ഇൻറ്റു പി എച്ച് പ്ലസ് അടുത്ത ഡെൽറ്റ സ്ക്വയർ y0 ബൈ 2 ഫാക്ടോറിയൽ h സ്ക്വയർ ഇൻറ്റു ഇവിടെ നമുക്ക് എന്താ ഉണ്ടാവുക? പി എച്ച് ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു എച്ച് ഉണ്ടാവും അല്ലേ? പ്ലസ് അടുത്തത് നമുക്ക് ഡെൽറ്റ ക്യൂബ് y0 ബൈ 3 ഫാക്ടോറിയൽ h ക്യൂബ് പി എച്ച് പി മൈനസ് 1 ഇൻറ്റു എച്ച് പി മൈനസ് 2 ഇൻറ്റു എച്ച് ഇങ്ങനെ വരും. അപ്പോൾ ഈ എച്ചിൻ്റെ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതൊന്നും സിമ്പിളായി y0 പ്ലസ് ഡെൽറ്റ y0 ഓക്കെ പി ഇൻറ്റു ഡെൽറ്റ y0 പ്ലസ് അടുത്തത് പി ഇൻറ്റു പി മൈനസ് 1 പി ഇൻറ്റു പി മൈനസ് 1 എച്ചും ഈ എച്ചും എച്ച് സ്ക്വയറും പോയി. പി ഇൻറ്റു പി മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഡെൽറ്റ സ്ക്വയർ y0 പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ഓക്കെ പി ഇൻറ്റു പി മൈനസ് 1 പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ ഡെൽറ്റ ക്യൂബ് y0 പ്ലസ് എക്സെട്ര ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് പീൻ്റെ ടേംസിൽ. സോ ദിസ് ഈസ് അവർ ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയലാണ്. സോ ദിസ് ഈസ് ഇക്വേഷൻ ഓഫ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല. ഇതിനെയാണ് നമ്മൾ പറയുന്നത് y of x is equal to this formula is known as Newton's forward interpolation ഫോർമുല എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ഉള്ളൂ? ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുലയിൽ നമുക്ക് y of x കണ്ടെത്താൻ ജസ്റ്റ് y0 ഡെൽറ്റ ഡെൽറ്റ ക്യൂബ് y0 ഡെൽറ്റ സ്ക്വയർ y0 ഈ ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ടേബിളിൽ നിന്ന് y0 ഡെൽറ്റ സ്ക്വയർ y0 ഡെൽറ്റ ക്യൂബ് y0 ഒക്കെ അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എനി വാല്യൂ y of any value can be found out using Newton's forward interpolation formula. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. ആ ടെക്സ്റ്റിലെ എക്സാമ്പിൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ,